ഹായ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റാപ്പ് ഉണ്ടാക്കാം. ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2 ഹെവി റാപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് 240 ഗ്രാം അളവുണ്ട്. കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സിമ്പിൾ മാരിനേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ചേർക്കാം. 5 വെളുത്തുള്ളി നല്ലപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം. ചെറുനാരങ്ങ നീരോ വിനാഗിരിയോ അല്ലെങ്കിൽ അല്പം തൈരോ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. ചിക്കൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആവാനായിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഫ്രൈ പാനിൽ വളരെ കുറവ് എണ്ണ ചൂടാക്കാം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടാകുമ്പോൾ ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. മീഡിയം ടു ലോവിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം റെഡി ആവുമ്പോൾ ചിക്കൻ മറിച്ചിട്ട് 2 സൈഡും ചെറുതായിട്ട് മൊരിഞ്ഞു വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്യണം. ഓവർ ഫ്രൈ ആയി പോകരുത്. ഇതുപോലെ ചിക്കനൊക്കെ റെഡി ആവുമ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി റാപ്പിലേക്കുള്ളൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ഗ്രീക്ക് യോഗേർട്ടാണ് എടുക്കുന്നത്. നോർമൽ യോഗേർട്ടും എടുക്കാം, പക്ഷെ നോർമൽ യോഗേർട്ടിനേക്കാളും ഗ്രീക്ക് യോഗേർട്ടിൽ പ്രോട്ടീൻ ഡബിൾ ആണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് ഹോട്ട് ചില്ലി സോസ് ചേർക്കാം. 2 നുള്ളു ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഒരു ഭംഗിക്ക് ചേർത്തതാണ്, നിർബന്ധമല്ല. 1 ടീസ്പൂണ് ചെറുനാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിലും പകുതി അളവിൽ ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പൊ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വയ്ക്കണം. ഇഷ്ടമുള്ള രീതിയിൽ എടുത്തു വയ്ക്കാം. കുറച്ച് ലെറ്റ്യൂസ് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു കുക്കുംബർ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം. ചെറിയ ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. സവാള ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇതല്ലാതെ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിക്കനും സോസും വെജും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, എല്ലാം സെറ്റ് ചെയ്യേ വേണ്ടു. ഇത് ചപ്പാത്തിയിലോ കുബൂസിലോ അല്ലെങ്കിൽ ബ്രെഡിലോ ടോട്ടിലയിലോ ഒക്കെ റാപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ എടുക്കാം. 2 വലിയ ചപ്പാത്തിയാണ് ഇപ്പോൾ റാപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ആദ്യം ഒരു ചപ്പാത്തിയിൽ കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിൽ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് വയ്ക്കാം. ഫ്രൈ ചെയ്ത ചിക്കനിൽ നിന്ന് പകുതി ചിക്കൻ ഒരെണ്ണത്തിൽ വയ്ക്കാം. കുറച്ചുകൂടെ സോസ് മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, അങ്ങോട്ട് ചുരുട്ടിയെടുക്കുക, കഴിക്കുക. നല്ല ടേസ്റ്റുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്